അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനാണ്. അപ്പോൾ അതിൽ തിയറിയിൽ നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇനി കുറച്ച് പ്രോബ്ലംസാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഐദർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അതല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ ഓർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടോ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. ഇതിൽ ഏതാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ഐറ്റം ട്രീറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ബിസിനസ് ഇൻകം അറൈവ് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നിലവിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഓഫ് മിസ്റ്റർ രാജ. ആൻഡ് അത് വെച്ചിട്ട് നമ്മളൊരു ടോട്ടൽ ഇൻകം, ഇയാളുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ബിസിനസ് ഇൻകം മാത്രമല്ല, അത് മറ്റേതൊക്കെ ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടോ അതൊക്കെ കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇനി അതിലെ ഐറ്റംസ് നോക്കുക. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നതെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് ഇൻകം കാണാനുള്ള അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിനോട് കൂടെ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസുകളൊക്കെ ആഡ് ബാക്ക് ചെയ്യുക, ഇൻഅഡ്മിസിബിൾ ഇൻകമൊക്കെ ലെസ് ചെയ്യുക. അതിൽ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനൊന്നും തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക, ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള ഇത്ര ഐറ്റംസ് തന്നെ ആ ഒരു പീരീഡിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കും. ഒന്നും എന്ത് ചെയ്ത് പോയിട്ടുണ്ടാവില്ല, വിട്ടുപോയിട്ടുണ്ടാവില്ല. ആകെ ഇത്ര ഐറ്റംസേ ആ ഒരു ഇയറിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് ലെസ് ചെയ്ത് പോയിട്ടുണ്ടോ, ഡെബിറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ, ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഇൻകം ആഡ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ നോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം ക്രെഡിറ്റ് സൈഡ് തന്നെ നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ ആകെ 2 ഐറ്റം നമുക്ക് തന്നിട്ടുള്ളൂ, ഡിവിഡൻറ്റും റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടിയുമാണ്. ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് അതർ ഹെഡ്സ് ഓഫ് ഇൻകം, ഓക്കെ, അതർ സോഴ്സിൽ വരുന്ന ഐറ്റമാണ് ഡിവിഡൻറ്റ്, അത് ബിസിനസ്സിൻ്റെതല്ല. സോ ഇത് ക്രെഡിറ്റ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ നമ്മൾ ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അതുപോലെ റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ഹൗസ് പ്രോപ്പർട്ടീൻ്റെ, നമ്മൾ കഴിഞ്ഞ ഹെഡിൽ പഠിച്ചിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഐറ്റമാണ് റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി. അതും ബിസിനസ്സിൻ്റെ ഇൻകം അല്ലാത്തത് കൊണ്ട് ഇതും നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുള്ള 2 ഡിസലൗഡ് ഇൻകം ആയതുകൊണ്ട് അത് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുക. സാലറി ആൻഡ് വേജസ്. സാലറി ആൻഡ് വേജസ് നോർമലി ഒരു ബിസിനസ്സിന് വരുന്ന എക്സ്പെൻസ് തന്നെയാണ്. സോ അത് അഡ്മിസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ആഡ് ബാക്ക് ചെയ്യേണ്ട. നിങ്ങളെപ്പോഴും ഡിസലൗഡ് എക്സ്പെൻസും ഡിസലൗഡ് ഇൻകം, ആ ടേം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഡിസലൗഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല. അതുകൊണ്ട് അത് ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അഡ്മിസിബിൾ ആയിട്ടുള്ളൊരു എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലെസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളതെങ്കിൽ അത് നമ്മളൊന്നും ചെയ്യേണ്ട. അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്, അതുകൊണ്ടാണ് അത് കുറച്ചിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ആകെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇൻഅഡ്മിസിബിൾ എക്സ്പെൻസ് എന്തെങ്കിലും ലെസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിൽ സാലറി ആൻഡ് വേജസ് അഡ്മിസിബിൾ ആയതുകൊണ്ട് അത് നമ്മളൊന്നും ചെയ്യേണ്ട. റെൻറ്റ്, റേറ്റ്, ടാക്സ് നോർമൽ ബിസിനസ് എക്സ്പെൻസ് തന്നെയാണ്. ട്രേഡ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെ നോർമൽ ബിസിനസ്സാണ്. ദെൻ ഫയർ ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഹൗസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫയർ ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ പറഞ്ഞു, ഇൻഷുറൻസ് പ്രീമിയം ഓൺ ഫയർ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഡാമേജിന് വരുന്ന ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് പ്രീമിയം എടുത്തിട്ടുള്ളതെങ്കിൽ, ഇൻഷുറൻസ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ പ്രീമിയം അലവബിൾ ആണ്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ മുകളിൽ എടുത്തിട്ടുള്ള ഫയർ ഇൻഷുറൻസ് ആണ്, അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാൻ നമുക്ക് പറ്റില്ല. സോ ഡിസലൗഡ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അത് ആഡ് ബാക്ക് ചെയ്യണം, ഈ 600. ഓക്കെ, ദെൻ ഡിസ്കൗണ്ട് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന എക്സ്പെൻസ് ആണ്. പോസ്റ്റേജ്, ദെൻ അതും നോർമൽ എക്സ്പെൻസ് തന്നെയാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡൊണേഷനാണ്. നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫോർമാറ്റ് നോക്കുക. അതിൽ ഡിസലൗഡ് എക്സ്പെൻസ് ആണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഡൊണേഷൻ നമുക്ക് ലാസ്റ്റ് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടു കഴിഞ്ഞിട്ട് 80Gയിൽ ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ഡൊണേഷൻ. ബിസിനസ്സിൻ്റെ ഇൻകം കാണുന്ന സമയത്തല്ല അത് ലെസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ഇപ്പോൾ ആഡ് ബാക്ക് ചെയ്യുക. ദെൻ ഇൻകം ടാക്സ് പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ലോസ് ഓഫ് സ്റ്റോക്ക്, അത് നമ്മൾ പറഞ്ഞു. ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. അതേസമയം ക്യാപിറ്റൽ അസറ്റ് ഒക്കെ വിറ്റിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ വിറ്റ സമയത്ത് ഉണ്ടാകുന്ന ലോസ് ആണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ലോസ് അല്ല.
ഇവിടെ സ്റ്റോക്കിൻ്റെ ലോസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് തന്നെയാണ്. ദെൻ റിപ്പയേഴ്സ് ഓൺ ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, നോർമലി റിപ്പയേഴ്സ് അഡ്മിസിബിൾ ആണ്. ഇത് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് ഇൻഅഡ്മിസിബിൾ ആണ്. ദെൻ ഓഡിറ്റ് ഫീസ് സാധാരണ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് തന്നെയാണ്. ദെൻ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്തല്ല, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല, അത് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എംപ്ലോയറുടെ എക്സ്പെൻസ് ആണ്, സോ അത് ആഡ് ബാക്ക് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആഡ് ബാക്ക് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ, ഓണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ മുകളിൽ അയാൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ്, അതായത് ഓണർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ബിസിനസ്സാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഓണർ തന്നെയാണ് അത് റിസീവ് ചെയ്യുന്നത്, സോ അതും ഡിസലൗഡ് ആണ്. ഇത്രയും കാര്യം. അപ്പോൾ നമ്മൾ ഡിസലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. അതിൽ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 47,550 അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനോടുകൂടെ നമ്മൾ എന്തൊക്കെ എക്സ്പെൻസുകൾ ഡിസലൗഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡിസലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ആഡ് ചെയ്യുക. ഡിസലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻകം തന്നിട്ടുള്ളത് രണ്ടും ഡിസലൗഡ് ആണ്, മറ്റ് ഹെഡിലേക്ക് വരേണ്ട ഇൻകം ആയതുകൊണ്ട്. അപ്പോൾ അത് രണ്ടും ലെസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ടാക്സബിൾ ഇൻകം ഫ്രം ബിസിനസ് എത്ര എന്നുള്ളത് കിട്ടും. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബിസിനസ് ഇൻകം എന്താണെന്നുള്ളതല്ല, ടോട്ടൽ ഇൻകം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ എങ്ങനെ കാണാൻ കഴിയും? ഇപ്പോൾ തന്നിട്ടുള്ളത് ബിസിനസ് ഇൻകം മാത്രമാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഡിവിഡൻഡ് ഇൻകം ഉണ്ട്, അതായത് അതർ സോഴ്സിൽ നിന്ന് ഡിവിഡൻറ്റും ഉണ്ട്, പ്രോപ്പർട്ടി ഇൻകം എന്ന് പറഞ്ഞിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം ഉണ്ട്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആവുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓർഡറിൽ എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അത് 11,800 നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം, ആനുവൽ വാല്യൂവിൻ്റെ മുകളിൽ അല്ലെങ്കിൽ റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് തന്നതെങ്കിൽ അതിന്ന് നമ്മൾ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂടെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് മാറുള്ളൂ. റെൻ്റാണ് നമുക്ക് തന്നതെങ്കിൽ. ഇതിന് പകരം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് തന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ 10,800 മാത്രം എടുത്താൽ മതിയായിരുന്നു. ഇത് റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളതിന്ന് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യണം. സോ ബാലൻസ് 7,560 ആയിരിക്കും ഇൻകം ഫ്രം പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ ഇൻകം ഫ്രം ബിസിനസ് 53,550 ആണ്. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് വരുന്നത് ഡിവിഡൻഡ് ഇൻകം മാത്രമാണ് 4,800. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് ബിസിനസ് ഇൻകം ആൻഡ് അതുപോലെ തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിറൈവ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ചില ഐറ്റത്തിൽ ഓരോ പ്രോബ്ലത്തിലും ഓരോരോ പുതിയ ഐറ്റം വരും. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ ഓപ്ഷണൽ ടാക്സ് റെജീമിലേക്ക് നിങ്ങളിപ്പം പോകണ്ട, നമുക്ക് ബാക്കി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് മിസ്റ്റർ വർഗീസ് എബ്രഹാം. ഇറ്റ്സ് എ സോൾ ട്രേഡർ. ഇപ്പോൾ ബിസിനസ് പലതരത്തിലുണ്ടാകാം. ഇയാളത് സോൾ ട്രേഡാണ്, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പാണ്. അതിൽ നിന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം ബിസിനസ്സും ഇൻകം ഫ്രം ടോട്ടൽ ഇൻകമാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ ഐറ്റംസ് നോക്കുക. ആദ്യം തന്നിട്ടുള്ളത് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എന്ന് പറയുന്നത് അതർ സോഴ്സിൽ വരുന്ന ഐറ്റമാണ്, സോ അത് ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റമാണ്. ദെൻ ബാഡ് ഡെബ്റ്റ് റിക്കവേർഡ് അലൗഡ് ഏർലിയർ. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ബാഡ് ഡെബ്റ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളത് അലൗഡ് ഏർലിയർ ഉണ്ട്, അതായത് മുന്നേ ഏതെങ്കിലും പീരീഡിൽ നമ്മൾ അലോ ചെയ്തിട്ടുള്ള ബാഡ് ഡെബ്റ്റ് ഇക്കൊല്ലം കിട്ടുന്നതും ഉണ്ടാകാം. അതല്ല ഇക്കൊല്ലം തന്നെ നമ്മൾ അലോ ചെയ്തിട്ട് ഈ ഇയറിൽ തന്നെ കിട്ടുന്നതും ഉണ്ടായിരിക്കാം. അതിൽ ഏർലിയർ പീരീഡ്സിൽ നമ്മൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ അലോ ചെയ്തിട്ടുള്ള ബാഡ് ഡെബ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇൻകമാണ്. അത് നമുക്ക് അന്ന് കിട്ടേണ്ട സാധനം ഇന്ന് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ബിസിനസ്സിൻ്റെ ഇൻകമാണ്. അതല്ല ഇതിന് പകരം നോട്ട് അലൗഡ് ഏർലിയർ എന്നാണ് നമുക്ക് തന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്ത് വരുമായിരുന്നു, ലെസ് ചെയ്യേണ്ട ഐറ്റമായിരുന്നു. അത് ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂലായിരുന്നു. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അലൗഡ് ഏർലിയർ ആണ് തന്നതെങ്കിൽ അത് ബിസിനസ് ഇൻകം ആണ്, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട. നോട്ട് അലൗഡ് ഏർലിയർ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബിസിനസ്സിൻ്റെ ഇൻകം കാണുന്ന സമയത്ത് ലെസ് ചെയ്യണമായിരുന്നു. ക്രെഡിറ്റ് സൈഡിൽ ഓൾറെഡി
ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതിൽ അലൗഡ് ഏർലിയർ മാത്രമായത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അത് ബിസിനസ്സിൻ്റെ ഇൻകമാണ്, സോ അത് ലെസ് ചെയ്യാൻ പോകണ്ട. ദെൻ റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞതാണ്, അത് ബിസിനസ്സിൻ്റെ ഇൻകം അല്ല, അതുകൊണ്ട് തന്നെ ലെസ് ചെയ്യണം. ഇനി ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്ത് പോയിട്ടുള്ള ഐറ്റംസ് നോക്കുക. സാലറി ആൻഡ് വേജസ് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ബിസിനസ് എക്സ്പെൻസ് ആണ്. റെൻറ്റ്, റേറ്റ്, ടാക്സ് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെൻറ്റ്, ദെൻ ഫയർ ഇൻഷുറൻസ് പ്രീമിയം. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫയർ ഇൻഷുറൻസ് പ്രീമിയം നോർമൽ കോഴ്സിൽ നമ്മളുടെ സ്റ്റോക്കിന് എടുത്തിട്ടുള്ളതാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. എസ്പെഷ്യലി നമുക്ക് ഇങ്ങനെ പ്രോപ്പർട്ടീൻ്റെതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അത് ഡിസലൗഡ് ആയിട്ട് മാറുള്ളൂ. അതർവൈസ് ഫയർ ഇൻഷുറൻസ് പ്രീമിയം അലൗഡ് ആണ്. ദെൻ ഡിസ്കൗണ്ട്, പോസ്റ്റേജ്, ഇതൊക്കെ നോർമൽ ബിസിനസ്സിന് എക്സ്പെൻസ് തന്നെയാണ്. ദെൻ ഡൊണേഷനും ചാരിറ്റിയും, ഇത് രണ്ടും എന്തല്ല, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല, അത് ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ടാക്സ് ആഡ് ബാക്ക് ചെയ്യേണ്ടതാണ്. ദെൻ ഗിഫ്റ്റ് ഫോർ പബ്ലിസിറ്റി, ഇത് ഗിഫ്റ്റ് റിസീവ് ചെയ്ത കേസല്ല പറഞ്ഞിട്ടുള്ളത്, ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്, ബിസിനസ്സിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബിസിനസ്സിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ് എക്സ്പെൻസ് ആണ്. അതേസമയം നമ്മളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെയാണ് ഗിഫ്റ്റ് കൊടുത്തതെങ്കിൽ അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാനും പറ്റില്ല. അപ്പോൾ ഇതിൽ എന്താ, ഗിഫ്റ്റ് ഫോർ പബ്ലിസിറ്റി ആയതുകൊണ്ട് ഇത് അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. സോ അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട, മീൻസ് ആഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ റിപ്പയേഴ്സ് ഉണ്ട്. റിപ്പയേഴ്സ് എന്ന് പറയുന്നത് നോർമലി ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. ഓഡിറ്റ് ഫീസും നോർമലി ബിസിനസ് എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്നത് ആഡ് ബാക്ക് ചെയ്യേണ്ട ഐറ്റം ഡൊണേഷൻ, ചാരിറ്റി, ഇൻകം ടാക്സ്, ഇത്രയും കാര്യങ്ങളാണ് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഡിസലൗഡ് ആയിട്ടുള്ള 3 എക്സ്പെൻസുകൾ ആഡ് ബാക്ക് ചെയ്തു. ഡിസലൗഡ് ആയിട്ടുള്ള ഇൻകം ലെസ് ചെയ്തു. 60,450 ആണ് നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് കിട്ടിയിട്ടുള്ളത്. അതിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇവിടെ റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടിയാണ് 1000 തന്നിട്ടുള്ളത്. അപ്പോൾ ആ 1000 നിന്ന് 30% ആനുവൽ വാല്യൂ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ 700 രൂപ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 700, ദെൻ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ സോഴ്സിൽ വരുന്നത് എന്താ, ഡിവിഡൻഡ് നിന്ന് കിട്ടുന്ന ഇൻകം. ഇത്ര ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഓക്കെ, അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ്, ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് ആണെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആകുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ചേഞ്ച് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് ആണെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലും എങ്ങനെ നമ്മൾ കണക്കാക്കുക, അഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻകം ആഡ് ചെയ്യുക ആൻഡ് ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ ലെസ് ചെയ്യുക. ഇത് മാത്രമാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. അത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. അപ്പോൾ പ്രൊഫഷൻ ആവുന്ന സമയത്ത്, ഇവിടെ മെഡിക്കൽ പ്രാക്ടീഷണർത്താണ് പറഞ്ഞത്, പ്രൊഫഷൻ ആവുന്ന സമയത്ത് നമുക്ക് തരുന്ന ഐറ്റത്തിലെ ഡിഫറൻസസ് വരും. ഓക്കെ, നിങ്ങളത് ഐറ്റം തരുന്ന സമയത്ത് ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്നുള്ളത് വായിക്കാൻ വിട്ടുപോയാൽ കൂടെ നിങ്ങൾക്ക് ഐറ്റം കണ്ടാൽ മനസ്സിലാവും ഇതൊരു പ്രൊഫഷൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ആണ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതൊരു പ്രൊഫഷൻ, മെഡിക്കൽ പ്രാക്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷനാണ്. സോ ഇത് തന്നിട്ടുള്ളത് ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ്. ഓക്കെ, അത് നമുക്ക് അക്കൗണ്ട് ഫോർമാറ്റിലല്ല തന്നിട്ടുള്ളത്, ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്, ഫുൾ ഐറ്റംസ് മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്ന് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് നോക്കി നോക്കുക. ഒന്നാമത് ഗ്രോസ് റെസീപ്റ്റ് ഫ്രം ഡിസ്പെൻസറി, ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് ഗ്രോസ് റെസീപ്റ്റ് ഫ്രം ഡിസ്പെൻസറി. അത് ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്, അഡ്മിസിബിൾ ഇൻകം ആൻഡ് അഡ്മിസിബിൾ എക്സ്പെൻസുകളാണ്. അഡ്മിസിബിൾ ഇൻകം ഒക്കെ ആഡ് ചെയ്യുക, അതിന്ന് അഡ്മിസിബിൾ എക്സ്പെൻസുകളൊക്കെ ലെസ് ചെയ്യുക. സോ ഗ്രോസ് റെസീപ്റ്റ് ഫ്രം ഡിസ്പെൻസറി എന്ന് പറയുന്നത് അഡ്മിസിബിൾ ആണ്, അത് നമ്മൾ ഇൻകമാണ് ആഡ് ചെയ്യുക. ദെൻ ഗ്രോസ് റെസീപ്റ്റ് ഫ്രം കൺസൾട്ടേഷൻ, അതും നമ്മളുടെ നോർമൽ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം തന്നെയാണ്, അതും നമ്മൾ ആഡ് ചെയ്യുക, നമ്മളുടെ ഇൻകമാണ്. ഓപ്പറേഷൻ ഫീസ് ഇൻകമാണ്. വിസിറ്റിംഗ് ഫീസ് ഇൻകമാണ്. ഗിഫ്റ്റ് ഫ്രം പേഷ്യൻറ്റ് അതും ഇൻകമാണ്. ഗിഫ്റ്റ് ഫ്രം ക്ലയൻറ്റ് ഓർ പേഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇൻകം തന്നെയാണ്. അതേസമയം റിലേറ്റീവ്സിനൊക്കെ കിട്ടുന്ന ഗിഫ്റ്റാണ് ഇൻഅഡ്മിസിബിളായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇൻകമായിട്ട് വരുന്നത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പെൻസുകളാണ്.
അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള 5 ഐറ്റം നമ്മളുടെ ഇൻകമാണ്. അതൊക്കെ നമ്മൾ ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് മെഡിസിൻ പർച്ചേസ്ഡ്. മെഡിസിൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ്. അതേസമയം അസറ്റാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അസറ്റിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അസറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മെഡിസിൻ എന്ന് പറയുന്നത് ഇതൊരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്. ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ എന്ന് പറയുന്നത് എന്താ? ഒരു പെർമനൻ്റ് ഓർ ക്യാപിറ്റൽ അസറ്റാണോ? അല്ല. അതെന്താണ്? അവർക്ക് ചിലവാകുന്ന, സാധാരണ അവർക്ക് ഡെയിലി എന്ന് പറഞ്ഞതുപോലെ ചിലവാകുന്നതാണ് മെഡിസിൻ. സോ സ്റ്റോക്കാണ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഡിസിൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് തന്നെയാണ്. ലെസ് ചെയ്യേണ്ട, ഡെബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് തന്നെയാണ് മെഡിസിൻ പർച്ചേസ്ഡ് എന്ന് പറയുന്നത്. ദെൻ ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അലൗഡിലോ അല്ലെങ്കിൽ ഡിസലൗഡിലോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ക്ലോസിങ് സ്റ്റോക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി. 1,25,000 രൂപേൻ്റെ നമ്മൾ ഈ കൊല്ലം മെഡിസിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 35,000-ൻ്റെതേ നമ്മൾ ഈ കൊല്ലം മീൻസ് അറ്റ് ദ എൻഡ് നമ്മളുടെ കയ്യിലുള്ളൂ, ക്ലോസിങ് സ്റ്റോക്ക് ആയിട്ടുള്ളൂ. ബാലൻസ് മൊത്തമായിരിക്കും നമ്മൾ ഈ കൊല്ലം യൂസ് ചെയ്തിട്ടുള്ള മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇയറിൽ യൂസ് ചെയ്തിട്ടുള്ള മെഡിസിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പം 1,25,000 രൂപേൻ്റെ മെഡിസിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും 35,000 നമ്മുടെ കയ്യിൽ ഇപ്പോഴും ബാലൻസ് നിൽക്കുകയാണ് മെഡിസിൻ്റെത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇക്കൊല്ലം യൂസ് ചെയ്തിട്ടുള്ള മെഡിസിൻ്റെ എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇയറത്തെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം 1,25,000 മൈനസ് 35,000 മാത്രമാണ് ഈ ഇയറത്തെ മെഡിസിൻ്റെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, ദെൻ സാലറി പെയ്ഡ് ടു എംപ്ലോയീസ് 1,50,000 നോർമൽ നമ്മൾക്ക് ലെസ് ചെയ്യാൻ പറ്റുന്ന അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് തന്നെയാണ്. ദെൻ സർജിക്കൽ എക്യുപ്മെൻറ്റ് പർച്ചേസ്ഡ്. സർജിക്കൽ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോർമലി നമുക്ക് അത് ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. സർജിക്കൽ എക്യുപ്മെൻറ്റ് കൺസിഡറിങ് ടു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് ഒരുപാട് ഇയറിലേക്ക് ഉപയോഗിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് ഒരു അസറ്റാണ്, ക്യാപിറ്റൽ അസറ്റാണ്. സാധാരണ സർജിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 15% ആണ്. നമുക്ക് ഈ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് സാധാരണ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റ് പഠിച്ച് വെക്കുക. 15% എന്തെന്ന് പറയുന്നത് സർജിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ അസറ്റാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. ഓക്കെ, ദെൻ ഡോക്ടർ ജിഷ്ണു വാണ്ട്സ് ടു അറ്റൻഡ് എ മെഡിക്കൽ സെമിനാർ ഇൻ ജർമ്മനി ടു അപ്ഡേറ്റ് ദ നോളജ് ആൻഡ് സ്പെൻഡ് 25,000 ഓൺ ഇറ്റ്. എന്താണ് ഇയാളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു എക്സ്പെൻസ് ആണ് 25,000. അപ്പോൾ അത് നമുക്ക് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, then he owns a house. Municipal value is 50,000. Half portion of the house is used for profession. Expense paid on house. Municipal tax at 10% on municipal value. Repair 10,000. Renovation expenditure 30,000. അപ്പോൾ ഇത് സാധാരണ നമുക്ക് കണ്ടാൽ അത് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ട് ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് പ്രൊഫഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സിൻ്റെയും റിപ്പയറിൻ്റെയും പകുതി നമ്മൾ ഈ ബിസിനസ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ബാക്കി നമ്മളുടെ ഹൗസ് റെൻറ്റിൻ്റെ മീൻസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഭാഗമായിരിക്കും. ഓക്കെ, പിന്നെ റിനോവേഷൻ എക്സ്പെൻഡിച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ റിപ്പയർ മാത്രമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റിനോവേഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ അതിനൊരു ബിസിനസ് ഓർ അഡ്മിസിബിൾ എക്സ്പെൻസ് ആയിട്ട് കാണാൻ പറ്റില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അല്ല. അതുകൊണ്ട് റിനോവേഷൻ എക്സ്പെൻഡിച്ചർ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. റിപ്പയറിൻ്റെതും മുനിസിപ്പൽ ടാക്സും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ മെഡിക്കൽ ബുക്സ് പർച്ചേസ്ഡ് ആണ്. നമ്മൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ബുക്സ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഡിപ്രിസിയേഷൻ മാത്രമാണ് ചാർജ് ചെയ്യാൻ പറ്റുക. അതല്ലാതെ ബുക്ക് പർച്ചേസ് ചെയ്തതിൻ്റെ മുകളിൽ മീൻസ് അതിൻ്റെ കോസ്റ്റ് അല്ല നമ്മൾ ലെസ് ചെയ്തതായിട്ട് കാണിക്കേണ്ടത്. ബുക്ക് എന്ന് പറയുന്നത് എന്താ, അസറ്റ് അല്ലേ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യുമ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാ ഇൻകം ഒക്കെ ആഡ് ചെയ്യുക, അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. ഇനി എക്സ്പെൻസ് അഡ്മിസിബിൾ എക്സ്പെൻസുകൾ ലെസ് ചെയ്യുന്ന സമയത്ത് അഡ്മിസിബിൾ ഇൻകം ആണ് നമ്മൾ ആഡ് ചെയ്തത്.
അഡ്മിസിബിൾ എക്സ്പെൻസുകൾ ലെസ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഉണ്ട്? മെഡിസിൻ്റെ കേസാണെങ്കിൽ നമ്മൾ പറഞ്ഞു 1,25,000 ഇക്കൊല്ലം പർച്ചേസ് ചെയ്തിട്ടും 35,000 ബാലൻസ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഈ 90,000 മാത്രമാണ് ഇക്കൊല്ലത്തെ മെഡിസിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ മെഡിസിൻ്റെ എക്സ്പെൻസായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ബാക്കി 35,000 നമ്മൾ അടുത്ത പീരീഡിലേക്ക് ഫോർവേഡ് ചെയ്തതുകൊണ്ട് ആ ഇയറിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 90,000 മാത്രമാണ് മെഡിസിൻ പർച്ചേസ്ഡ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസ് ചെയ്തെന്ന് തന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തതെന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ അത് ലെസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് മാത്രമാണ് നമ്മൾ ഇക്കൊല്ലത്തെ എക്സ്പെൻസായിട്ട് കണക്കാക്കേണ്ടത്. നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ സാലറി പേ ടു എംപ്ലോയീസ്. സർജിക്കൽ എക്യുപ്മെൻറ്റ് പറഞ്ഞു. സർജിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ 48,000 ആണ്. പക്ഷേ അതിൻ്റെ മുകളിൽ 15% ഡിപ്രിസിയേഷൻ മാത്രമാണ് ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ദെൻ ജർമ്മനിയിൽ പോയിട്ടുള്ള എക്സ്പെൻസ് 25,000. മെഡിക്കൽ ബുക്ക് വാങ്ങിയതിൻ്റെ മുകളിൽ 40% ഡിപ്രിസിയേഷൻ. അതല്ലാതെ മെഡിക്കൽ ബുക്കിൻ്റെ എമൗണ്ട് അല്ല ലെസ് ചെയ്യേണ്ടത്. ദെൻ ഹൗസ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഹാഫ് പോർഷനാണ് ഇയാൾ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം മുനിസിപ്പൽ ടാക്സ് ടോട്ടൽ എത്ര അടച്ചിട്ടുണ്ട്? മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് മുനിസിപ്പൽ വാല്യൂ 50,000 ആണ്. അതിൻ്റെ മുകളിൽ 10% ആണ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത്. അതായത് 5,000 രൂപ. ആ 5,000ൻ്റെ പകുതിയാണ് ബിസിനസ്സിൻ്റെതായിട്ട് എടുക്കേണ്ടത്. അതായത് 2,500. ഓക്കെ, 50,000ൻ്റെ 10% ആണ് മുനിസിപ്പൽ ടാക്സ്. അതാണ് 5,000. അതിൽ ഹാഫ് മാത്രമാണ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, മീൻസ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കേണ്ടത്. ബാക്കി ഹൗസ് പ്രോപ്പർട്ടിയിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ റിപ്പയറിനാണെന്നുണ്ടെങ്കിലും 10,000 ആണ് എമൗണ്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് ബിസിനസ്സിൻ്റെ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം പ്രൊഫഷൻ എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇൻകം ഫ്രം പ്രൊഫഷൻ മാത്രം ആയതുകൊണ്ട് അത് വെച്ച് നമ്മൾ എൻഡ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ടോട്ടൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻകം കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.